കാർഡൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിൽ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്, എന്നാലും ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. x³ + x² - 2 = 0. ഈ ഒരു ഇക്വേഷൻ നോർമൽ നമുക്ക് കാർഡൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ 2 ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫോമാറ്റിൽ തന്നെ പോവാം. പക്ഷേ വ്യത്യാസം ഇവിടെ x² ടേം ഉണ്ട്. അപ്പോൾ x² ടേം ഇല്ല എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്, സെക്കൻഡ്, 7th ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന്. പക്ഷേ x² ടേം ഉള്ളതുകൊണ്ട് ആ സ്റ്റെപ്പുകൾ ചെയ്യണം. അതായത് ജനറൽ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന x³ + ax² + bx + c = 0 ആയിരുന്നു. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ x² കോഷ്യൻ്റാണ് നമ്മൾ a ആയിട്ട് എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ, x³ കോഷ്യൻ്റ് 1 ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതായത് x³ ലീഡിങ് കോഷ്യൻ്റ് 1 ആയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ b 0 ആണ്, അതായത് x എന്ന ടേം ഇല്ല. അപ്പോൾ b = 0 ആണ്, c = -2 ആണ്. ഓക്കെ, ഇത് കെയർഫുള്ളായിട്ട് എടുക്കുക, അല്ലെങ്കിൽ തുടക്കത്തിൽ തെറ്റും. പിന്നെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എയും ബിയും സി എഴുതൽ. x² എന്ന് പറഞ്ഞ ടേം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമായിരുന്നു. അടുത്തത് എക്സിൻ്റെ ടേമിലുള്ള ക്യൂബിക് ഇക്വേഷൻ നമുക്ക് വൈൻ്റെ ടേമിലേക്ക് മാറ്റണം. അതിൽ സ്ക്വയർ ടേം y² എന്നുള്ള ടേം ഒഴിവാക്കും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ x = y + k എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിൽ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -a/3. ഇത് ബൈ ഹേർട്ട് പഠിക്കാനേ വേണം. കെയുടെ വാല്യൂ -a/3 എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ k = -1/3 ആണ്. അപ്പോൾ സോ x = y + k എന്ന് പറഞ്ഞാൽ x = y - 1/3. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. തന്ന ക്യൂബിക് ഇക്വേഷനിൽ ഞാൻ y - 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിന് പകരം. അപ്പോൾ x³ പകരം y - 1/3 ക്യൂബ് ആവും, x² പകരം y - 1/3 സ്ക്വയർ ആവും, -2 = 0. ശരി, ഇനി a - b³ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. a³ - 3a²b + 3ab² - b³ അതല്ല a - b³. അപ്പോൾ കറക്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് y - 1/3 അടുത്തത് y - 1/3 a² - 2ab + b². ഓക്കെ, -2 = 0. രണ്ടും വൃത്തിയായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ജസ്റ്റ് സിംപ്ലിഫിക്കേഷനാണ്. പിന്നെ 3 ക്യാൻസലൊക്കെ ചെയ്ത് കളയാം. 1/3² എന്ന് പറയുമ്പോൾ അവിടെ 3 × 3 9 ഒക്കെ വരും. ആ 3യും മുകളിലത്തെ ഒരു 3 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ ഒരു 3 ബാക്കി ഉണ്ടാവും. ഇവിടെ 1/3³ പറഞ്ഞാൽ 1/27 ആവും. പിന്നെ ക്യാൻസൽ ചെയ്ത് കളയാനൊന്നുമില്ല. ജസ്റ്റ് ബാക്കിയുള്ളത് എഴുതി കഴിഞ്ഞാൽ y³ ഉണ്ടായിരിക്കും. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -y² പ്ലസ് ഇവിടെ ഒരു 3 താഴത്ത് ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം, ബാക്കി ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ y/3 ആവും, -1/27. y² ഇവിടെ -2y/3. ഇപ്പോൾ 2/3y എന്ന് എഴുതാം. 1/3 2 എന്ന് പറഞ്ഞാൽ 1/9 ആവും, -2 = 0. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. നമുക്കറിയാം y² എന്നുള്ള ടേം ഉണ്ടാവരുത്. ശരിയാണ്, -y² ഉണ്ട്, +y² ഉണ്ട്, ക്യാൻസലായി പോവും. പിന്നെ ചെയ്യാവുന്നത് വൈൻ്റെ ടേംസ് ഇവിടെ ഒരു y/3 ഉണ്ട്, -2/3y ഉണ്ട്. അതായത് ഇവിടെ 1/3y ആണ്, ഇവിടെ -2/3y ആണ്. 1/3 - 2/3 ചെയ്ത് കഴിഞ്ഞാൽ -1/3 ആവും. സോ y³ -1/3y. പിന്നെ ഇതൊക്കെ ഫ്രാക്ഷൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷനൊക്കെ. ബാക്കി ഫ്രാക്ഷനായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒരു -127 1/127 ഉണ്ട്, +1/9 ഉണ്ട്, -2 ഉണ്ട്. ഇത് നിങ്ങൾ സൈഡിൽ ഫ്രാക്ഷൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -52/27 കിട്ടും. ഇതാണ് നമ്മുടെ y² എന്ന ടേം റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ ആദ്യമേ പറഞ്ഞു y² എന്ന ടേം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ 2 സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാമായിരുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടുമായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റൻ നമ്മൾ കണ്ടു. അപ്പോൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ടാസ്ക്. സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഞാൻ 2 എന്ന ഇക്വേഷൻ നമ്പർ കൊടുത്തു. ശരി, ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ അതിൽ നിന്ന് പിയും ക്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ്റെ ഫോമാറ്റ് y³ + py + q = 0. അതായത് y² എന്ന ടേം ഇല്ല. അപ്പോൾ p എന്താണ് q എന്താണെന്നുള്ളത് എഴുതിയെടുക്കുക. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ കോഷ്യൻ്റ് ഇവിടെ -1/3 ആണ്, മൈനസ് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -52/27 ആണ്. സോ p -1/3 എഴുതി കൊടുത്തു, q -52/27 എഴുതി കൊടുത്തു.
അടുത്ത സ്റ്റെപ്പ് ഇതായിരുന്നു നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുണ്ടായിരുന്നു. പിയും ക്യൂവും കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് എഴുതി കൊടുക്കാം. എയും ബിയും കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അത് ശ്രദ്ധിക്കുക. ഇതാണ് വലിയ ഇക്വേഷനാണ്. -q/2 പ്ലസ് √Δ/108 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രൂപത്തിൽ ഈ ഫോർമുല എഴുതാം. ഞങ്ങളുടെ ഡെൽറ്റ കൊടുത്തുകൊണ്ട് ഫോർമുല ചെറുതായി ഡെൽറ്റയെ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഡെൽറ്റ = 4p³ + 27q² ആണ്. അതിൽ പിയുടെ വാല്യൂ ക്യൂയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രാക്ഷനൊക്കെ വരും, ശരിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. ഓക്കെ, ഞാൻ അവിടെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 100 ആണെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തായാലും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഡെൽറ്റ സെപ്പറേറ്റ് കാണുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആയിരിക്കും 2 എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു റൂട്ട് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ കോൺജുഗേറ്റ് എഴുതി കൊടുത്താൽ മതി രണ്ടാമത്തെ റൂട്ട്. അപ്പോൾ ഡെൽറ്റ സെപ്പറേറ്റ് കാണുന്നത് നല്ലതാണ്. ഡെൽറ്റ എന്തായാലും >0 ആണ് നമുക്ക് കിട്ടിയത്. ശരി, അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 100 ഇവിടെ ഇട്ട് കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ -52/27 ആണ്. ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആയി പോകും. 52/27 എന്നുള്ള എന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞ് 26/27 ആവുന്നത്. 52/2 ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 100/108 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ 25/27 ആക്കാം. അത് ഇതൊക്കെ സിംപ്ലിഫിക്കേഷനാണ്. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. 27 റൂട്ട് കൊടുത്ത് √27 ആക്കി കൊടുത്തു. 26/27 ലെഫ്റ്റ് സൈഡിലുണ്ട്. പിന്നെ നമുക്കിത് ഫ്രാക്ഷൻ ആണല്ലോ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ √27 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ 27 ആണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് √27 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂമറേറ്ററിൽ ഒരു √27 എക്സ്ട്രാ വരും. ഡിനോമിനേറ്റർ 27 ആയിട്ട് മാറും. സോ ഇനി ആഡ് ചെയ്യാം. 26 + 5√27 / 27 എന്നാണ് വരിക. അതിൽ തന്നെ √27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √9 × 3 അല്ലേ. അപ്പോൾ 3√3 എന്ന് എഴുതാം. അപ്പോൾ 5√27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 15√3. ഞാൻ ഇങ്ങനെയാക്കി ഇത്രയും സിംപ്ലിഫൈഡ് ഫോമിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 26 + 5√3 15√3/27 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ്റെ ഇക്വേഷനിൽ ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ, പ്ലസിന് വരെ മൈനസ്. ഓക്കെ, മൈനസ് ഞാൻ ജസ്റ്റ് ആ ഫോർമുല എഴുതി കൊടുക്കണം. -q/2 -√Δ/108 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ പ്ലസിന് വരെ മൈനസ് ഇട്ട് കൊടുക്കുക. ബിയുടെ വാല്യൂ 26 - 15√3/27 വരും. എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഐ തിങ്ക് ഫോർത്ത് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. ശരി, അപ്പം എയും ബിയും കൃത്യമായിട്ട് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. a⁻⁴ b⁻⁴ ഫൈനലൈസ് ചെയ്യൽ. അപ്പോൾ എ ബി നമുക്ക് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. a⁻⁴ b⁻⁴ ഫിക്സ് ചെയ്യൽ എന്നുള്ള സ്റ്റെപ്പ് ചെയ്യാൻ നിങ്ങൾ ആദ്യം കൺസേൺ ആവേണ്ട -p/3ൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. അത് -p/3 പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കൊടുത്താൽ പി നമുക്ക് കിട്ടിയത് -1/3 ആയിരുന്നു. -1/3/3 വരും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 1/9 പോസിറ്റീവ് 1/9 ആകും -p/3. അപ്പോൾ നമ്മൾ എടുക്കുന്ന a⁻⁴ b⁻⁴ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/9 കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എ ഇതാണല്ലോ, ജസ്റ്റ് ⁻⁴ കൊടുത്തു. ബിക്കും അതെ, നിങ്ങൾക്ക് വരുന്ന 99% കേസുകളിലും ജസ്റ്റ് ഇതിൻ്റെ ഡയറക്റ്റ് ⁻⁴ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. അപ്പം ഇത് ⁻⁴ എന്ന് എടുത്തു. അതുപോലെ ഇതിൻ്റെയും ജസ്റ്റ് ⁻⁴ കൊടുത്തു. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടിനും കോമൺ ആയിട്ട് ⁻⁴ ഉള്ളതുകൊണ്ട് നമ്മൾ മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം കോമൺ ആയിട്ട് ⁻⁴ കൊടുത്തു. ബ്രാക്കറ്റിനകത്തുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 26 + 15√3/27 26 - 15√3/27 വരും. ഡിനോമിനേറ്റർ രണ്ടും 27 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടെ ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു, എയുടെ വാല്യൂ അല്ലെങ്കിൽ a⁻⁴ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വേണ്ട, ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ 26 + 15√3 × 26 - 15√3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ a + b × a - b ഫോമാറ്റ് അല്ലേ. അപ്പോൾ a² - b² എന്നുള്ള ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. 27 × 27 എന്ന് പറഞ്ഞാൽ 27². അത് അങ്ങനെ ആക്കണമെന്നില്ല, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 27² എന്ന് എഴുതണ്ട. നമുക്ക് ക്യൂബ് റൂട്ട് കാണാൻ എളുപ്പമാണ്. 27 ക്യൂബ് റൂട്ട് ഉണ്ട്, 3 ആണ്.
ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ന്യൂമറേറ്റർ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26 സ്ക്വയർ എന്നാണ് 676, 15 സ്ക്വയർ എന്നാണ് 225, √3ൻ്റെ സ്ക്വയർ 3. അപ്പോൾ 225 × 3 ചെയ്ത് കഴിഞ്ഞാൽ 675 വരും. 676 - 675 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്റർ 27 × 27 തന്നെ മതി. ഇനി 1/27 × 27 വരും. ഇനി നമുക്ക് ക്യൂബ് റൂട്ട് അപ്ലൈ ചെയ്യാം. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 തന്നെ, 27ൻ്റെ ക്യൂബ് റൂട്ട് 3, അഗെയിൻ 27ൻ്റെ ക്യൂബ് റൂട്ട് 3 = 1/9. -p/3ൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയ 1/9 ആണ്. ഇവിടെയും 1/9 ആയതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം a⁻⁴ ഇതാണ്, b⁻⁴ ഈ നമ്പറാണ്. ഓക്കെ, സോ ടേക്ക് a⁻⁴ = 26 + 15√3/27 1/3, b⁻⁴ = 26 - 15√3/27 1/3. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് 27ൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ എളുപ്പമാണല്ലോ, നമുക്കറിയാം 3 ആണെന്ന്. അതേപോലെ b⁻⁴ കേസിൽ 27ൻ്റെ ക്യൂബ് റൂട്ട് ഞാൻ 3 എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായി. ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ മാത്രം ക്യൂബ് റൂട്ട് അപ്ലൈ ചെയ്താൽ മതി, ഡിനോമിനേറ്റർ ഒരു /3 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കാർഡൻസ് ഫോർമുല വെച്ചിട്ട് സൊല്യൂഷൻസ് എഴുതാം. ബൈ കാർഡൻസ് ഫോർമുല സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ നമ്പർ 2, അതായത് y വേരിയബിളിൽ ഉണ്ടായിരുന്ന ഡിപ്രസ്ഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് കേട്ടോ, y1, y2, y3. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് k ആഡ് ചെയ്തിട്ട് ഒറിജിനൽ സൊല്യൂഷൻസ് ആക്കി മാറ്റണം. കാർഡൻസ് ഫോർമുല വെച്ചിട്ട് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻⁴ + b⁻⁴ ആണ്. a⁻⁴ വാല്യൂ + b⁻⁴. അത് നമ്മൾ /3 ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, രണ്ടിൻ്റെയും 3 ആയതുകൊണ്ട് 26 + 15√3 1/3 + 26 - 15√3 1/3 all/3 എന്ന് കൊടുക്കാം. ഇതാണ് ഒരു റൂട്ട്. ഓക്കെ, അടുത്ത റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ y2 പറഞ്ഞാൽ y2ൻ്റെ ഫോർമുല ഇതായിരുന്നു, നിങ്ങൾ ബൈഹേർട്ട് പഠിക്കാൻ വേണം. ω⁻⁴ + ω² b⁻⁴. ഒമേഗയുടെ വാല്യൂ ഇതൊക്കെ ബൈഹേർട്ട് അറിയണം. -1 + i√3/2 × a⁻⁴ പ്ലസ് -1 - i√3/2 × b⁻⁴. ഇതിൽ a⁻⁴ b⁻⁴ വാല്യൂ ഇവിടെ ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാണ്. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് y1 y2 y3 ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് y2ൻ്റെ കേസിൽ, y3 നിങ്ങൾക്ക് കോൺജുഗേറ്റ് എഴുതി കൊടുത്താൽ മതിയല്ലോ. y2 ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഈ ഫോമാറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും വരിക. -1/2 × a⁻⁴ പ്ലസ് b⁻⁴ ആയിരിക്കും. കോൺജുഗേറ്റ് പാർട്ട് അല്ല, ഇമാജിനറി പാർട്ട് പറഞ്ഞാൽ i√3/2 a⁻⁴ മൈനസ് b⁻⁴ എന്നായിരിക്കും വരിക. എന്നിട്ട് അതിൽ a⁻⁴ b⁻⁴ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തീർക്കാം, അവസാനിപ്പിക്കാം. ഓക്കെ, എന്തായാലും -1/2 × a⁻⁴ പ്ലസ് b⁻⁴ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് അത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. പ്ലസ് i√3/2 a⁻⁴ മൈനസ് b⁻⁴ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലസ് മാറ്റിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. ഞാനൊരു ലൈനിൽ കൊള്ളാത്തതുകൊണ്ട് എനിക്ക് എഴുതിയതാണ്. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് ഇങ്ങനെ എഴുതണു, അത്രയും ചെയ്യുന്നുള്ളൂ. എഴുതി തന്നെ വലിയ ആൻസറൊക്കെ ആവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൽ ചെയ്യാവുന്നത് ഈ 3 പുറത്തേക്ക് എഴുതിയിട്ട് -1/6 ആക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെയും ചെയ്യാവുന്ന ഈ 3 പുറത്തേക്ക് ഇട്ടിട്ട് താഴെ 1/6 വരും. പിന്നെ വേണമെങ്കിൽ ആ 6ഉം √3 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് i/2√3 എന്നൊക്കെ ആക്കി മാറ്റാം, കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പറ്റാവുന്നിടത്തോളം സിംപ്ലിഫൈഡ് ആക്കിയിട്ട് എഴുതിയിട്ട് അവിടെ അവസാനിപ്പിക്കുക. വലിയ ആൻസറൊക്കെയാണ്. ഇനി y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് ω² a⁻⁴ പ്ലസ് ω × b⁻⁴ എന്നുള്ള ഫോർമുല എഴുതിയിട്ട് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഒരു കോംപ്ലക്സ് റൂട്ട് കിട്ടി. ഇത് റിയൽ റൂട്ടാണ്, ഫസ്റ്റത്തെ റിയൽ റൂട്ടാണ്, കാരണം ഒരു i ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റത്തെ റിയൽ റൂട്ട്, ഇത് കോംപ്ലക്സ് റൂട്ട്, ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും y3. സോ y3 പറഞ്ഞാൽ y2ൻ്റെ കോൺജുഗേറ്റ് ആവുമെന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ പ്ലസ് മാറ്റിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. ഞാൻ മടി കാരണം ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, പ്ലസ് മാറ്റിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റിനകത്ത് വലുതൊക്കെ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. y1 y2 y3. ഇനി എങ്ങനെയാണ് ഫൈനൽ സൊല്യൂഷൻ ഇവിടെ ആയില്ല, നമ്മൾ എക്സിനെ വൈയിലേക്ക് മാറ്റിയതുകൊണ്ട് ഫൈനൽ സൊല്യൂഷൻ എഴുതുമ്പോഴും വൈനെ തിരിച്ച് എക്സിലേക്ക് മാറ്റണം. ഓക്കെ, ഹെൻസ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ 1 നമ്മൾ ഇപ്പോൾ എഴുതിയ y1 y2 y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ഇക്വേഷൻ 2 അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഇനി ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ y1 + k, x2 പറഞ്ഞാൽ y2 + k, x3 പറഞ്ഞാൽ y3 + k. കെയുടെ വാല്യൂ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. k = -1/3 കിട്ടിയിരുന്നത്. അപ്പോൾ y1 + k ചെയ്യുന്നതിന് പകരം y1 - 1/3, അതായത് നിങ്ങൾക്ക് കിട്ടിയ y1 ഇതായിരുന്നു, ഇത്രയും ഭാഗമായിരുന്നു. -1/3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് -1 മുകളിൽ കൊടുക്കാം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് വെച്ചു. ജസ്റ്റ് -1/3 നിങ്ങൾ സെപ്പറേറ്റ് കാണിച്ചാൽ ഒരു കുഴപ്പമില്ല.
അടുത്തത് y2 പ്ലസ് കെ ചെയ്യുമ്പോഴും y2 ദേ എഴുതി വെച്ചിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു -1/3. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ, ഇത്രയും വലുതാണ് y2. അതൊന്നൊരു 1/3 ഞാൻ കുറച്ചിട്ടില്ല, അത് നമുക്ക് കുറച്ച് മാതിരി കാണിക്കാം, -1/3. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ, ഇത്രയും ഭാഗം ഇമാജിനറി പാർട്ടല്ലേ. അപ്പോൾ ഇയാൾ ഇവിടെ എഴുതുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചും കൂടെ നന്നാക്കിയിട്ട് റിയൽ പാർട്ടിൻ്റെ കൂടെ -1/3 ഇവിടെ എക്സ്ട്രാ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ശരി, അതിലൊന്നും വലിയ കഥയല്ല. y3 പ്ലസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3. അപ്പോൾ y3 ആയിട്ട് നമ്മൾ ഈ പ്ലസ് മാറ്റിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൂടെ -1/3, അതായത് ഇതിന് കൂടെ ഒരു -1/3 കൂടെ, റിയൽ പാർട്ടിൻ്റെ കൂടെ നമുക്ക് -1/3 എഴുതാം, ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് എന്നോട്ടെ. ഇതായിരിക്കും 3 സൊല്യൂഷൻസ്. വലിയ സൊല്യൂഷൻസ് ആണ്, അറിയാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരുപാട് സിംപ്ലിഫിക്കേഷൻ ഒന്നും പോകണ്ട, ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ആൻസറായി. ഇതെല്ലാം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്. ഓക്കെ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, കാർഡൻസ് ഫോർമുല ഇന്ന് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ x³ + x² - 2 = 0 ഇതായിരുന്നു നമുക്ക് തന്ന ക്യൂബിക് ഇക്വേഷൻ. കാർഡൻസ് ഫോർമുല എന്ന് വെച്ച് സോൾവ് ചെയ്യാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇൻറ്റിജർ റൂട്ട്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു. ഇതിന് ഇൻറ്റിജർ റൂട്ട്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് ഓക്കെ, ഇൻറ്റിജർ റൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഈ ലാസ്റ്റ് നമ്പറിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും ഇൻറ്റിജർ റൂട്ട്സ് ആയിട്ട് വരിക. 2ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, -1, -2 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി ഒന്നുമല്ല, നോക്കി ഇവിടെ x³ x² - 2. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 വന്നു കഴിഞ്ഞാൽ 2 - 2 0 ആയി പോകും. അപ്പോൾ 1³ + 1² 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷനിലൂടെ തന്നെ x=1 ഒരു സൊല്യൂഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. പക്ഷേ കാർഡൻസ് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് x=1 ഒരു സൊല്യൂഷനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. x=1 സൊല്യൂഷനാണെങ്കിൽ ഏതായിരിക്കും ഫാക്ടർ? ഈ പോളിനോമിയലിൻ്റെ നമുക്ക് സൊല്യൂഷൻ x=1 ആണെങ്കിൽ ഫാക്ടർ എന്തായിരിക്കും? x-1 ഒരു ഫാക്ടറായിരിക്കും. x³ + x² - 2 എന്ന പോളിനോമിയലിൻ്റെ ഫാക്ടറാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് x³ + x² - 2 x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നിങ്ങൾക്ക് സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്യാം. x³ + x² - 2 കോഷ്യൻസ് എഴുതി കഴിഞ്ഞാൽ 1, 1, -2. ഡിവൈഡ് ചെയ്യുന്നത് x-1 ആയതുകൊണ്ട് നമുക്ക് 1 പുറത്തെഴുതാം. ഓക്കെ, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീഡിങ് കോഷ്യൻ്റ് ഇറക്കി എഴുതി 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇവിടെ വരും. പിന്നെ ഓക്കെ, ആഡ് ചെയ്യല്ലേ ചെയ്യുക. 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, 2 × 1 again 2, 0. അപ്പോൾ ഇങ്ങനെയാണ് വരിക. സോറി, ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. കോഷ്യൻസ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് വരാതെ നോക്കുക. x³ 1, x² 1, x എന്ന് പറഞ്ഞ ടേം അവിടെ ഇല്ല, അപ്പോൾ അവിടെ 0 എഴുതണ്ടേ, ഞാൻ അത് എഴുതിയില്ല. ഓക്കെ, പിന്നെ കോൺസ്റ്റൻറ്റ് -2. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 × 1 2 ആണ് വരിക. 0 + 2 ഇവിടെ 2 കൂടെ വരും. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഡിപ്രസ്ഡ് പോളിനോമിയലായി മാറും. അപ്പോൾ x² + 2x + 2 ഇതാണ് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്തത് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. x² + 2x + 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ട് മാറും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ x² + 2x + 2 = 0 എന്ന് കൊടുത്തിട്ട് അതിനെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് -b ± √b² - 4ac/2 എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. -2 ± √4 - 8/2 എന്ന് വരും. അതൊക്കെ നിങ്ങൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x=1 ± i. ഇതാണ് സൊല്യൂഷൻസ് കിട്ടുക. ഓക്കെ, x എന്ന വേരിയബിളിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരിക -1 ± i. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 സൊല്യൂഷൻസും കിട്ടി. ഒരെണ്ണം നമ്മൾ ആദ്യം ഇൻസ്പെക്ഷനിലൂടെ 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് 2 ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് ലിസ്റ്റ് ചെയ്യാം. സൊല്യൂഷൻസ് ഓഫ് ഗിവൺ ഇക്വേഷൻ ആർ 1, -1 + i, -1 - i. 3 സൊല്യൂഷനായി. നമ്മൾ ഇവിടെ ഇതേ ക്യൂബിക് ഇക്വേഷൻ്റെ 3 സൊല്യൂഷൻ ഇത്രയും വലുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഈശ്വര ഈ 3 സൊല്യൂഷൻ ഒരു ബന്ധമല്ലല്ലോ എന്ന്. ഓക്കെ, ചെറിയ ബന്ധമുണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ x1, x2, x3 ആയിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ x1, x2, x3 ഉണ്ടല്ലോ. x1 ആയിട്ട് ഞാൻ 1 എടുത്തത്, x2 ആയിട്ട് -1 + i, x3 ആയിട്ട് -1 - i. അതിപ്പോൾ എന്താ അങ്ങനെ എടുക്കാൻ കാരണം? മാറ്റി എടുക്കാമായിരുന്നില്ലേ? പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, x1 റിയൽ റൂട്ടാണ്. ഇവിടെ നോക്കി നോക്ക്, x1 റിയൽ റൂട്ടാണ്. അതായത് റിയൽ നമ്പേഴ്സ്, റിയൽ റാഡിക്കൽസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ i വരുന്നതുകൊണ്ട് കോംപ്ലക്സ് റൂട്ട്സ്. അതുകൊണ്ടാണ് ഞാൻ x1 1 ആയിട്ടും x2, x3 കോംപ്ലക്സ് റൂട്ട്സ് ആയിട്ട് എടുത്തത്. ഓക്കെ, ഇനി നമുക്കിത് കമ്പയർ ചെയ്യാം.
അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ശരി, എന്തായാലും ഈക്വേറ്റിംഗ് റിയൽ റൂട്ട്സ് നമ്മൾക്ക് എന്തായാലും ഇതിന് x³ + x² - 2 = 0 എന്തായാലും 3 റൂട്ട്സ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റൂട്ട്സും സെയിം ആയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അത് സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ വല്ല കാര്യം പറയാൻ പറ്റുമോ? ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ റിയൽ റൂട്ടും സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിയൽ റൂട്ട്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പറയാം. ആദ്യം കിട്ടിയ റിയൽ റൂട്ടാണ് ഈ വലുത്. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിച്ചതാണ് ഇത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആവണമല്ലോ. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുക. 3നെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഓൾ ഡിവൈഡ് ബൈ 3 അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 3 ആയിട്ട് ഇവിടെ 3 വരും. ഇനി അടുത്തത് ഈ -1 നിൽക്കുന്നുണ്ട് ബാക്കിയായിട്ട്. ആ -1 ഇങ്ങോട്ട് കൊണ്ടുപോയി അത് 4 ആവും. അപ്പോൾ എന്താ കിട്ടിയത്? 26 + 15√3 ⁻³ 1/3 + 26 - 15√3 ⁻³ 1/3 = 4. ആണെങ്കിൽ ഇത് ഞാൻ ഇക്വേഷൻ എ എന്ന് എന്തെങ്കിലും കൊടുത്തു, അവിടെ ഇരിക്കട്ടെ. ഇക്വേറ്റിംഗ് ഇനി ഇമാജിനറി പാർട്സ്, അതായത് കോംപ്ലക്സ് റൂട്ട്സ് ഉണ്ടല്ലോ. കോംപ്ലക്സ് റൂട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണമാണ്. അതുപോലെ ഇവിടെ അതേ കോംപ്ലക്സ് റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രമേ ഇക്വേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നോക്ക്, റിയൽ പാർട്ട് നോക്കി 26 + 15√3 ⁻³ 1/3 + 26 - 15√3 ⁻³ 1/3. ഇവിടെ എന്താ വരുന്നത്? -1 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ ഒരു റിലേഷൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ മാർക്ക് ചെയ്തിട്ടില്ലേ, അതന്നെ കിട്ടുക. അപ്പോൾ അത് വേണ്ട, അത് സെയിം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് വെച്ചിട്ടുള്ള ഒരു ഇമാജിനറി പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഇമാജിനറി പാർട്ട് എന്താ? 1 ആണ്, അതായത് i × 1. ഇവിടെ ഇമാജിനറി പാർട്ട് എന്താ? i × √3/6 × ഇത്രയും വലിയൊരു സംഗതി. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ i ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ളത് മാത്രം എഴുതാം. അതായത് √3/6 × 26 + 15√3 ⁻³ 1/3 - 26 - 15√3 ⁻³ 1/3 = 1. ഇവിടെ മൈനസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. √3/6 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 6/√3 എന്നാവും അല്ലേ, റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ. 6/√3 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6 പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3/√3 ആണ്. അപ്പോൾ √3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു √3 മുകളിൽ വരും, = 2√3 എന്ന് വരും. ഓക്കെ, അതായത് 26 + 15√3 ⁻³ 1/3 - 26 - 15√3 ⁻³ 1/3 = 2√3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ ബി എന്നും കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഈ ഒരു നമ്പർ എ, ഈ നമ്പർ ബി ആണെന്ന് എടുക്കാം. ഇവിടെ അതേ നമ്പേഴ്സ് അല്ലേ വന്നിട്ടുള്ളത്. ഇത് a + b ആണ്, ഇത് a - b ആണ്. അതായത് a + b ചെയ്തപ്പോൾ 4ഉം a - b ചെയ്തപ്പോൾ 2√3 കിട്ടി. അത് വെച്ചിട്ട് എയും ബിയും സോൾവ് ചെയ്തൂടെ? ഓക്കെ, എങ്ങോട്ടായി പോകണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് a + b = 4ഉം a - b = 2√3 ആണെന്ന് എഴുതാം. എങ്ങനെ a കിട്ടുക? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ എന്ത് വരിക? എയും 2a, b ക്യാൻസലായി പോയി. 4 + 2√3. ഇപ്പോൾ 2a = 4 + 2√3, a = 4 + 2√3 ഓൾ ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തൊരു അബദ്ധമാണ്. 2 കൊണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ 4നെയും കട്ട് ചെയ്ത് കളയണം, 2നെയും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ 2 + √3 വരും. ഓക്കെ, അതുപോലെ b കിട്ടാൻ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എയും ക്യാൻസലായി പോകും. b - -b വന്ന് 2b വരും. 2b = 4 - 2√3 വരും. അപ്പോൾ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രണ്ടിടത്തും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2 - √3 വരും. അതായത് a = 2 + √3, b = 2 - √3. നമ്മൾ a ആയിട്ട് എന്താ പറഞ്ഞത്? 26 + 15√3 ⁻³ 1/3 ആണ്. അതായത് 26 + 15√3 ⁻³ 1/3 = 2 + √3 എന്നും 26 - 15√3 ⁻³ 1/3 = 2 - √3 എന്നും കിട്ടും. ബി ആയിട്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ടാണ് 2 + √3 എന്ന് പറയാനാണ് ഇത്രയും കഥകളൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി ബൈ ചാൻസ് ഇത് പ്രൂവ് ചെയ്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആ ഇക്വേഷനൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് x³ + x² - 2 = 0 നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഹെൽപ്പോടെ അത് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ക്യൂബ് റൂട്ട് 2 + √3 ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഒരു 10 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാലൊന്ന് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, മസ്റ്റായി പഠിച്ച അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാൻ ഭയങ്കര ലെങ്തിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ഐഡിയ മനസ്സിൽ വെച്ചോളൂ. 26 + 15√3ൻ്റെ ക്യൂബ് റൂട്ടാണ് 2 + √3. അല്ലെങ്കിൽ 2 + √3 നിങ്ങൾ ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ 26 + 15√3 കിട്ടും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതുപോലെ 2 - √3ൻ്റെ ക്യൂബാണ് 26 - 15√3. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇതങ്ങനെ എല്ലാ കേസിലും നടക്കില്ല. ഇതുപോലെ സിമ്പിളായിട്ട് ലാസ്റ്റ് ഒരു 2 + √3 അങ്ങനെ കിട്ടിക്കോളാം നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ കിട്ടുന്നുണ്ട്. ഓക്കെ.